ലൈംഗിക പീഡന പരാതി നൽകിയ സ്ത്രീയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തും വിധമാണ് സി കൃഷ്ണകുമാർ സംസാരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പാർട്ടിക്ക് ലഭിച്ച പരാതി സംസ്ഥാന പ്രസിഡന്റ് പരിശോധിക്കുമെന്ന് ബി.ജെ.പി. നേതാവ് എം.ടി. രമേശ് പറഞ്ഞു. പരാതിക്ക് പിന്നാലെ ബി.ജെ.പി. ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. സി കൃഷ്ണകുമാറിനെതിരായ ലൈംഗിക പീഡന പരാതിയുടെ വാർത്ത മീഡിയ വൺ പുറത്തുവിട്ടതിന് പിന്നാലെ വിവിധ കോണുകളിൽ നിന്നും പ്രതികരണങ്ങളുണ്ടായി. ഇരയുടെ പേര് വെളിപ്പെടുത്തും വിധമാണ് സി കൃഷ്ണകുമാർ സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പക്ഷെ ആ സ്ത്രീ ആരാണ് എന്ന ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ബി.ജെ.പി. നേതൃത്വം പറയട്ടെ, ഒരു സ്ത്രീയുടെ പരാതിയിൽ മേൽ എന്താ അവർ ചെയ്യാൻ പോകുന്നു? ആരോപണം ഉന്നയിക്കുന്നവരെ ഭീഷണിപ്പെടുത്താനാണ് ഇരയുടെ പേര് പറയുന്നതെന്നും കൃഷ്ണകുമാറിനെതിരെ കേസെടുക്കണമെന്നും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു. നാളെ ഒരു സ്ത്രീയും തനിക്കെതിരെ പരാതി പറയാൻ വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടി അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനം ആദ്യം ആവശ്യപ്പെടുന്നത് കൃഷ്ണകുമാറിനെതിരെ പോലീസ് അടിയന്തരമായിട്ട് ഒരു ക്രിമിനൽ കേസ് എടുക്കണം എന്നുള്ളതാണ്. സി കൃഷ്ണകുമാറിനെതിരായ പീഡന പരാതിയിൽ സംസ്ഥാന പ്രസിഡന്റ് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ബി.ജെ.പി. നേതാക്കൾ വിശദീകരിക്കുന്നു. അത് സംസ്ഥാന പ്രസിഡന്റിന് കിട്ടുന്ന ഒരു പരാതിയാണല്ലോ, അത് ഞങ്ങൾ പരിശോധിക്കും, സ്വാഭാവികമായിട്ട് പരിശോധിക്കും. പക്ഷെ അത് ആദ്യത്തെ പരാതിയല്ല, നേരത്തെ പ്രസിഡന്റുമാർക്ക് വന്ന പരാതിയാണ്, പോലീസ് സ്റ്റേഷൻ കൊടുത്ത പരാതിയാണ്, കോടതിയിൽ കേസ് നടത്തി തള്ളിയ കേസാണ്. സി കൃഷ്ണകുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ബി.ജെ.പി. ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ലാത്തിയടിയിൽ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ ബഷീറിന്റെ തല പൊട്ടി. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പാലക്കാട് നഗരത്തിലൂടെ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. മീഡിയ വൺ പാലക്കാട്.